ജ്യോതിഷത്തിൽ സാധാരണ രാഹുവിൻ്റെ അപഹാരം എന്ന് പറയും, അല്ലെങ്കിൽ രാഹുകാലം എന്ന് പറയും. ഇപ്പോൾ മോഡി സർക്കാരിന് രാഹുകാലം അഥവാ രാഹുൽ കാലമാണ് എന്ന് പറയേണ്ടി വരും. വലിയ തോതിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിരുന്ന സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 കുടുക്കുകളിൽ പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതിൽ ഒന്നാമത്തേത് എപ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു വളരെ ദുരൂഹമായ അല്ലെങ്കിൽ വളരെ കുപ്രസിദ്ധമായ ഒരു രേഖാ സമുച്ചയത്തിൽ പ്രധാനമന്ത്രിയുടെ പേര് പലവട്ടം വന്നിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ്. ഏറ്റവും മോശമായ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ലൈംഗികമായി ഉപയോഗിച്ച് രാഷ്ട്രതന്ത്രത്തിൽ ഇടപെടുന്ന, പല രാജ്യങ്ങളിൽ ഇടപെടുന്ന ഒരു മാഫിയ സംഘം, ഇല്യൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഗുണ്ടാ മാഫിയ സംഘത്തിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പല നേതാക്കന്മാരും ഉണ്ട്, അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട്. ഇങ്ങനെ ഒരു കാലത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഇത്തരം മോശപ്പെട്ട പട്ടികയിൽ വന്നിട്ടില്ല. അത് കൃത്രിമമായി ആരെങ്കിലും പെടുത്തിയതാണോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു നിഷേധം പോലും നമ്മുടെ ഔദ്യോഗിക സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടതായി പോലും അവർ നടിച്ചിട്ടില്ല. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും. കാരണം അത്ര മോശപ്പെട്ട പ്രതിച്ഛായയാണ് അത് നൽകുന്നത്. രണ്ടാമത്തെ വിഷയം ഇക്കഴിഞ്ഞ 2-3 ദിവസമായി പാർലമെന്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ്. അദ്ദേഹം ഉന്നയിച്ച കാര്യം ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചിട്ടാണ്. ഒരു പുസ്തകത്തിന്റെ എക്സെപ്റ്റ്സ്, അതിൻ്റെ ചില ഭാഗങ്ങൾ കാരവൻ എന്ന മാസികയിൽ പബ്ലിഷ് ചെയ്യുന്നു. കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നർവണെ എന്ന് പറയുന്ന ആ വ്യക്തി എഴുതിയ 4 Stars of Destiny എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഭാഗങ്ങളാണ് കാരവൻ മാഗസിനിൽ വന്നത്. ഇത് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? 2020 അദ്ദേഹം കരസേനാ മേധാവിയായിരിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ്. കരസേനയുടെ ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ നടന്ന സംഭവമാണ്. ലഡാക്ക് എന്ന് പറയുന്ന കാശ്മീരിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് നിൽക്കുന്ന ചൈന അതിർത്തിയിൽ, അതിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് 4 ചൈനീസ് ടാങ്കുകൾ കടന്നു വരും. ഈ 4 ചൈനീസ് ടാങ്കുകൾ സായുധ ടാങ്കുകൾ കവചിത വാഹനങ്ങളായി കടന്നു വരും. ഇങ്ങനെ കടന്നു വരുമ്പോൾ, ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ത്യൻ ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ എന്തു ചെയ്യണം എന്ന് ഈ കരസേനാ ഉദ്യോഗസ്ഥൻ നരവണെ അന്നത്തെ കരസേനാ മേധാവിയോടും അതുപോലെ അദ്ദേഹം നേരിട്ട് മറ്റു പല ഉദ്യോഗസ്ഥരോടും മറ്റു പല മന്ത്രിമാരോടും, പ്രത്യേകിച്ച് രാജ്യരക്ഷാ മന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയവരോട് ചോദിക്കുന്നു. നിർഗുണ പരബ്രഹ്മങ്ങളായി ഇരുന്നതല്ലാതെ നിങ്ങൾ എന്താ വേണ്ടിച്ച ചെയ്തോ എന്ന് പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു ശത്രു രാജ്യം 1975 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ അതിർത്തി കടക്കുന്നത്. ശത്രുവിന്റെ ടാങ്ക് കൃത്യമായി നിലപാടെടുക്കണം. കാരണം ഇത് കേവലം ഒരു യുദ്ധതന്ത്രത്തിന്റെ പ്രശ്നം മാത്രമല്ല, രാഷ്ട്രതന്ത്രത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ പല ചർച്ചകൾ നടക്കുന്നു, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു, വ്യാപാര ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ശക്തമായൊരു തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകാൻ കഴിയുമോ? അതാണ് കൊടുക്കേണ്ടത്. ശക്തമായി തിരിച്ചടിക്കുക എന്ന് പറയുന്നതിന് പകരം മിണ്ടാതിരിക്കുകയാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ചെയ്തത് എന്നാണ് നരവനെ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഈ ഭാഗത്ത് കാണുന്നത്. ഇതിനെ ഭരണപക്ഷം നേരിട്ടത് വളരെ വിചിത്രമായ രീതിയിലാണ്. ഒന്നാമതായി, ഇത് ഉന്നയിക്കുന്ന സമയം നന്ദിപ്രമേയ ചർച്ചയാണ്, അതുകൊണ്ട് ഇത് ഉന്നയിക്കാൻ പാടില്ല. 2, രാഹുൽ ഗാന്ധി ഈ ഉന്നയിച്ച സാധനം പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു കാരവൻ എന്ന് പറയുന്ന അതിനു മുമ്പ് PTIയിലും ഒക്കെ വന്നിട്ടുണ്ട്, ഹിന്ദുവിൽ വന്നിട്ടുണ്ട് ചില ഭാഗങ്ങൾ. ഈ കാരവനിൽ വന്ന ഈ ഭാഗം പബ്ലിഷ്ഡാണ്, പബ്ലിഷ്ഡ് ആർട്ടിക്കിളാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത്. ഇവർ പറയുന്നു അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിന് അനുമതി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റില്ല. വലിയ ചർച്ചയായി. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി എഴുന്നേറ്റാൽ വല്ലാത്ത വെപ്രാളമാണ് ഭരണപക്ഷത്തിന്. പലപ്പോഴും 3-4 മന്ത്രിമാരാണ് രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് ബഹളമുണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിനെ പറ്റി കുറ്റം പറയുന്നു, അദ്ദേഹം വരുന്നതിനെ പറ്റി കുറ്റം പറയുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പറ്റി കുറ്റം പറയുന്നു. പക്ഷേ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് എന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്ക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് വിഷമമുണ്ടായിരിക്കും. ഈ ചോദ്യത്തിന്റെ മുന ചെന്ന് കൊള്ളുന്നത് വലിയ തോതിലുള്ള അൾട്രാ നാഷണലിസം, രാജ്യസ്നേഹത്തിന്റെ
ദേശീയതയുടെ വലിയ വക്താക്കളാണ് തങ്ങളെന്നും ഇന്ത്യ എന്ന് പറയുന്നതിനെ വളരെ ശക്തമായി ഞങ്ങൾ ഉയർത്തുന്നുവെന്നും ഇന്ത്യ അതിശക്തമാണ്, കവചിതമാണ്, രക്ഷപ്പെടാനെന്നൊക്കെ പറയുന്ന അതിദേശീയത പറയുന്ന ഇവർ ആണ് ചൈന ആക്രമിച്ചപ്പോൾ മിണ്ടാതിരുന്നത് എന്നതാണ് ചോദ്യം. ഈ ചോദ്യം കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുന്നുണ്ട്. അത് കൊള്ളുന്നത് കൊണ്ടാണ് അതിന് മറുപടി പറയാൻ കഴിയാതെ മറ്റ് സാങ്കേതികമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സാങ്കേതികമായ ചോദ്യം എന്താ? ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആ പുസ്തകത്തിന്റെ കോപ്പിയുമായി പാർലമെന്റിൽ വരും. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന MM നരവണയുടെ പുസ്തകത്തിന്റെ കോപ്പി വരുന്നു. ആ കോപ്പി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നും പറയാനില്ല. കോപ്പിയുണ്ട് പുസ്തകത്തിന്റെ. ഇപ്പോൾ പറയുന്നത് അത് അനുമതി കൊടുക്കാതെ പുറത്തു വന്ന കോപ്പിയാണ്. പെൻഗ്വിൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പബ്ലിഷേഴ്സാണ് അത് അടിക്കുന്നത്. അവരിൽ നിന്ന് എങ്ങനെയോ കോപ്പി ചോർന്നു. അപ്പൊ അതിനെ പറ്റിയൊക്കെ അന്വേഷണം നടക്കട്ടെ. അന്വേഷണമൊക്കെ നടക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഒരു കോപ്പി കിട്ടിയാൽ രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത് പബ്ലിഷ്ഡ് ആണെന്നാണ്. അങ്ങനെ തന്നെ വിചാരിക്കാൻ പറ്റുള്ളൂ. പബ്ലിഷ്ഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. ഏതായാലും ഇതിന്റെ ഭാഗങ്ങൾ പബ്ലിഷ്ഡ് ആണ്. അതിനെതിരെ ഒരു ശബ്ദവും ഭരണപക്ഷത്തു നിന്നുണ്ടായില്ല. PTL വന്നപ്പോഴും ഉണ്ടായില്ല, അതിനു മുമ്പ് വന്നപ്പോൾ ഹിന്ദുവിൽ വന്നപ്പോഴും ഉണ്ടായില്ല, കാരവനിൽ വന്നപ്പോഴും മിണ്ടിയില്ല. എന്താ മിണ്ടാതിരുന്നത്? അങ്ങനെ മിണ്ടാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കാരവനെതിരെ കേസ് കൊടുക്കണം, ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണം, PTIക്കെതിരെ കേസ് കൊടുക്കണം. അതൊന്നും ചെയ്യില്ല. കാരവൻ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബഹളം ഉണ്ടാക്കാം. രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ സമ്മതിക്കില്ല. രാഹുൽ ഗാന്ധി അത് പറയുക. ബജറ്റ് പ്രസംഗം വന്നാൽ അവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ പറ്റില്ല. ബജറ്റ് പ്രസംഗത്തിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളുടെ നേതാവാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ആദ്യം പേരെഴുതി കൊടുത്തൊക്കെ മുമ്പാണ്. ശശി തരൂർ പറഞ്ഞു രാഹുൽ ഗാന്ധി സംസാരിക്കട്ടെ. രാഹുൽ ഗാന്ധി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആകെ ബഹളമാണ്, തർക്കമാണ്, പ്രശ്നമാണ്. പ്രധാനമന്ത്രി ഇതിനൊന്നിനും മറുപടി പറയാൻ പാർലമെന്റിൽ വരികയുമില്ല. പാർലമെന്റിൽ വന്ന് ഇദ്ദേഹം മറുപടി പറയണ്ടേ? അദ്ദേഹമല്ലേ ഇതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യനായ ആൾ. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്, നരവനെ പറയുന്നത് അസത്യമാണ് എന്ന് പറയണ്ടേ പാർലമെന്റിൽ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ സംശയമുണ്ട്. ഇവർ ഈ ദേശീയത പറയുന്നതൊക്കെ ഇവരുടെ താൽക്കാലിക ലാഭത്തിനാണ്. മൂന്നാമത്തെ ഒരു വിഷയം അതിനേക്കാൾ രസകരമാണ്. ദേശീയതയും ഇന്ത്യൻ സ്വാതന്ത്ര്യവും പരമാധികാരവും ഒക്കെ ഉള്ള രാജ്യമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നാം കേൾക്കുന്നത് ഇന്ത്യ എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണം, എവിടെ നിന്ന് പപ്പടം വാങ്ങിക്കണം, എവിടെ നിന്ന് കശുവണ്ടി വാങ്ങണം എന്നൊക്കെ ട്രംപാണ് എന്നാണ്. ഇന്ത്യയും US തമ്മിൽ ഒരു ഇടക്കാല കരാറിന്റെ, വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് സൈൻ ചെയ്തു. ആ ചട്ടക്കൂടിന്റെ വിവരങ്ങൾ ഇതുവരെ പാർലമെന്റിൽ വന്നിട്ടില്ല. എന്തോ ചില കാര്യങ്ങൾ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അവിടെ ഇരുന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ മുഴുവൻ വിവരങ്ങളും വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. എന്താ സംഗതി? 3.3% മാത്രമായിരുന്നു ഇന്ത്യക്കാർക്ക് അമേരിക്കയിലേക്കുള്ള ഡ്യൂട്ടി, ഇന്ത്യൻ കയറ്റുമതിക്ക് അമേരിക്കൻ ഡ്യൂട്ടി. അത് 25% കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ 25% കൂടി കൂട്ടി, ഏതാണ്ട് 50% ഡ്യൂട്ടി. 50% ഇപ്പോൾ 18% കുറച്ചിരിക്കുന്നു. അയ്യോ, എന്തൊരു കാരുണ്യവാൻ, എന്തൊരു ദയാവാൻ, ഉദാരൻ ട്രംപ്. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമുണ്ടാവും. 3.3% ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ അവിടെ ഇതിനേക്കാൾ കൂടുതൽ വിറ്റഴിക്കുമായിരുന്നു. ഇന്ത്യയിൽ നിന്നും ടെക്സ്റ്റൈൽസും ഓട്ടോമൊബൈൽ പാർട്സും മൊബൈൽ ഫോണും അങ്ങനെ പല സാധനങ്ങൾ പോകുന്നുണ്ട്. കശുവണ്ടി, ചെമ്മീൻ, മീനൊക്കെ വളരെ ധാരാളം പോകുന്നുണ്ട്. അപ്പോൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ പോകുന്നുണ്ട്. 50%-ൽ നിന്ന് 18% ആക്കിയത് ശരി. പക്ഷേ 3.3%-ൽ നിന്ന് 18% മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപ്. അതിനെപ്പറ്റി അഭിപ്രായമില്ല. ഇപ്പോൾ ആഘോഷിച്ചു. ആഘോഷം അവിടെ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ അടി വരുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ, അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ ഡ്യൂട്ടി 25% കൂടി കൂടും, പിഴച്ചും തീരുവ ചുമത്തും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് 18-ൽ നിന്ന് 43 ആകും. ഇന്ത്യയിൽ നിന്ന് ഒരു സാധനവും കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്നുള്ള കയറ്റുമതിക്കാരും ഇവിടുത്തെ കോർപ്പറേറ്റുകൾ എന്ത് പറയും? അവർ പറയും വേണ്ട, അത് സാരമില്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ വാങ്ങാലോ, അമേരിക്കയിൽ നിന്ന് വാങ്ങാം. ഇപ്പൊ അമേരിക്ക കീഴടക്കിയ വെനിസുലയിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. ഔദാര്യമുണ്ട്. അമേരിക്ക ഇപ്പോൾ പിടിച്ചടക്കി അവിടുത്തെ പ്രസിഡന്റിനെ കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ പോയ വെനിസുലയിൽ നിന്ന് എണ്ണ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ റഷ്യയിൽ നിന്ന് പറ്റില്ല. ഇവിടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതൊരു വ്യാപാര കരാറാണ്. മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ഇന്ത്യ $500 ബില്യൺ എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണം.
ആ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ഒരു പക്ഷേ പെട്രോൾ കുറച്ചുണ്ടാവാം, ക്രൂഡ് ഓയിൽ ഉണ്ടാവാം, ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇല്ലാതെ വരുമ്പോൾ കുറച്ച് മറ്റ് ഹൈടെക് സാധനങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഒരുപാട് ഒപ്പും വാങ്ങില്ല. പക്ഷേ വരുന്ന സാധനങ്ങളിൽ ലിസ്റ്റ് എടുത്താൽ പാകപ്പെടുത്തിയതും പാകപ്പെടുത്താത്തതുമായ പഴങ്ങൾ, കശുവണ്ടി, വാൾനട്ട്, അങ്ങനെ പോലെയാണ്. മുഴുവൻ പട്ടികയും പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ പച്ചക്കറിയെ രക്ഷിക്കും, അത് പറയാൻ പറ്റില്ല. പ്രോസസ്ഡ് ആയ പച്ചക്കറിയാണ് ഇവിടെ വരാം, ഫ്രോസൺ പച്ചക്കറിക്ക് ഇവിടെ വരാം. പിന്നെ എന്ത് രക്ഷിക്കും? കർഷകർ വലിയ തോതിൽ സമരം ചെയ്തിട്ടാണ് ഒരുപാട് അവരുടെ പഴയ കാർഷിക ബന്ധ ബിൽ പിൻവലിപ്പിച്ചത്, കാർഷിക നിയമങ്ങൾ 3 പിൻവലിപ്പിച്ചത്. പക്ഷേ അതിനേക്കാൾ വലിയ അടിയാണ് വരാൻ പോണത്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാണ് വലിയ തോതിൽ. $500 ബില്യൺ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ. അത് വന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യയുടെ അവസ്ഥ ദയനീയമായിരിക്കും. അത് കാർഷിക മേഖലയിൽ പ്രത്യാഘാതമാണെങ്കിൽ ഇന്ത്യ പരമാധികാര രാജ്യമാണോ എന്ന അടിസ്ഥാന ചോദ്യമാണ് ഈ കരാറിലൂടെ ചോദിക്കുന്നത്. അമേരിക്കയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണ്ടെന്ന്? നാളെ ഇറാനിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ഇനി അമേരിക്ക പറയും ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങണ്ട, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങണം. ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരമാണ്. ഇത് സംബന്ധിച്ച്, എണ്ണ വാങ്ങുന്ന വിഷയം സംബന്ധിച്ച് പത്രലേഖകർ പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന വാണിജ്യമന്ത്രിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കതിനെപ്പറ്റി അറിയില്ല, വിദേശകാര്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. വിദേശകാര്യമന്ത്രിയോട് ചോദിച്ചു, പറഞ്ഞു ഇതൊരു വാണിജ്യ പ്രശ്നമാണ്, വാണിജ്യമന്ത്രി പറയും. പക്ഷേ വൈറ്റ് ഹൗസ് കൃത്യമായി പറഞ്ഞു. അവരുടെ ഡോക്യുമെന്റ് അവർ പബ്ലിഷ് ചെയ്തു, അവരുടെ ഉത്തരവ് അവർ പബ്ലിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യ എവിടെ നിന്ന് എന്തൊക്കെ വാങ്ങണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. റഷ്യയുമായി ഒരു വ്യാപാര ബന്ധവും പാടില്ല. റഷ്യയിൽ നിന്ന് വാങ്ങാനും പാടില്ല, വിൽക്കാനും പറ്റില്ല, ഇനിയിപ്പോൾ കൊടുക്കാനും പറ്റില്ല എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യും? നാളെ വേറെ രാജ്യത്ത് നിന്ന് പറഞ്ഞാലോ? അപ്പോൾ ഇവിടെ ഈ 3 വിഷയത്തിലും ഇന്ത്യയുടെ രാജ്യരക്ഷ, ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ, ഇന്ത്യയുടെ പരമാധികാരം, ഇന്ത്യയുടെ സൽപ്പേര്, ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് രാഹുകാലമാണ് ഗവൺമെന്റിന് നമ്മൾ പറയുന്നത്. ഇത് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. മുമ്പോട്ട് പോകാൻ എത്രത്തോളം പോകുമെന്ന് നമുക്കറിയില്ല. കാരണം പ്രധാനമന്ത്രി കാമ എന്നൊരക്ഷരം മിണ്ടില്ല. പ്രധാനമന്ത്രി പാർലമെന്റിൽ വരാതിരുന്നത് വലിയ വിചിത്രമായ വാദമാണ്. സ്ത്രീ എം പിമാർ, പ്രതിപക്ഷത്തെ സ്ത്രീ എം പിമാർ പ്രധാനമന്ത്രിയെ തടയും എന്നൊരു ഭീഷണിയുണ്ട് എന്നാണ്. എന്തൊരു കഥയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇതുവരെ അസംബ്ലിയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും, അസംബ്ലിയിൽ ഇവിടെ കെ എം മാണി കിടക്കരുതെന്ന് പറഞ്ഞിട്ട് LDF നടത്തിയ കെ എം മാണി തടഞ്ഞ കഥയൊക്കെ നമുക്കറിയാം. പക്ഷേ അതുപോലെയല്ലല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രിയെ അങ്ങനെ തടഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ മോഡി ഒഴിച്ച എല്ലാവരും തന്നെ പ്രതിപക്ഷ നേതാവിനെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് AKG ആയിരുന്നു. അവർ തമ്മിൽ എന്തൊരു പരസ്പര ബഹുമാനമായിരുന്നു. AKG എഴുന്നേറ്റാൽ നെഹ്റു ഇരിക്കും, എല്ലാവരോടും പറയും അദ്ദേഹത്തെ കേൾക്കണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി എണീറ്റാൽ എല്ലാ മന്ത്രിമാരും എണീക്കും. ഏറ്റവും ഒടുവിൽ സ്പീക്കർക്കെതിരായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എണ്ണം കൊണ്ടത് പരാജയപ്പെട്ടേക്കാം. പക്ഷേ അത് ഉന്നയിക്കുന്ന ചോദ്യം നേരത്തെ പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചാണ്, രാജ്യത്തിന്റെ അഭിമാനം സംബന്ധിച്ചാണ്, രാജ്യത്തിന്റെ പരമാധികാരം സംബന്ധിച്ചാണ്.